പ്ലസിലേക്ക് സ്വാഗതം. കേരളത്തിലെ 3 ഉപതെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ റിസൾട്ടിനെ കുറിച്ചിട്ടുള്ള ചർച്ചകളൊക്കെ പൊടിപൂരമായി നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. ഞങ്ങളുടെ ഈ ചാനൽ ന്യൂസ് പ്ലസ് ചില നിഗമനങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. യഥാർത്ഥത്തിൽ പാലക്കാട് നമുക്ക് ആദ്യം എടുക്കാം. ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ആരാണ് ജയിച്ചത്? ഒറ്റ വാക്കിൽ പറയാം, അവിടെ ജയിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് സന്ദീപ് വാര്യരുടെ ജയമാണ്. അത് എങ്ങനെ എന്ന് നിങ്ങൾ ചോദിക്കാം. അവിടെ ജയിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലേ? പിന്നെ എങ്ങനെ സന്ദീപ് വാര്യർ ജയിച്ചു എന്ന് പറയുന്നു എന്ന് നിങ്ങൾക്ക് ഒരു സംശയം തോന്നാം. അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. അതിന് മുമ്പായി മറ്റൊരു കാര്യം കൂടി പറയാം. ഇവിടെ തോറ്റത് ആരാണ്? തോറ്റത് അവിടെ ശരിക്കു പറഞ്ഞാൽ ഡോക്ടർ പി സരീനാണ് അവിടെ തോറ്റത്. 3-ാം സ്ഥാനത്തേക്ക് പോയെങ്കിലും ഈ സരിൻ തന്നെ തോറ്റു എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പേരുടെയും രാഷ്ട്രീയ പൊളിറ്റിക്കൽ ഗ്രാഫ് എടുത്തു വെച്ച് നോക്കിയാൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ സന്ദീപ് വാര്യരുടെ പൊളിറ്റിക്കൽ ഗ്രാഫ് വലിയതായി വർദ്ധിച്ചിരിക്കുന്നു. വളരെ ഉയർന്ന നിലയിലേക്ക് അത് കുതിച്ച് ഉയർന്നിരിക്കുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചപ്പോൾ ആ ജയത്തിൻ്റെ ഒരു നേരവകാശം വേണമെങ്കിൽ തീർച്ചയായും കൊടുക്കേണ്ടത് സന്ദീപ് വാര്യർക്കാണ്. അത് പറയാതെ വയ്യ, പറഞ്ഞു തന്നെ പോകണം. അതെങ്ങനെയെന്ന് നോക്കാം. സന്ദീപ് വാര്യർ തെരഞ്ഞെടുപ്പിന് മുമ്പ്, കുറേ ദിവസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം BJP വിട്ട് കോൺഗ്രസ്സിലേക്ക് ചേർന്നത്. അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തിന് BJPയോടുള്ള ചില പ്രശ്നങ്ങൾ നമ്മളെല്ലാം വായിച്ചറിഞ്ഞവരാണ്. വിയോജിപ്പുകൾ പല ഭാഗത്തും പല സമയത്തും അദ്ദേഹം വ്യക്തമായി ദൃഢനിശ്ചയത്തോടു കൂടി തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് സന്ദീപ് വാര്യർ. അദ്ദേഹത്തിന് മതനിരപേക്ഷതയുടെ രാഷ്ട്രീയമാണ് അദ്ദേഹം എപ്പോഴും ഇഷ്ടപ്പെട്ടിരുന്നത്. അത് മറികടന്ന് BJP പോകുന്നു എന്ന് തോന്നിയ സമയം മുതൽ അദ്ദേഹം BJPക്കെതിരെ പല പരാമർശങ്ങളും പലയിടത്തും നടത്തിയിട്ടുണ്ട്. പക്ഷേ ഒടുവിൽ അദ്ദേഹത്തിന് പലതരത്തിലും തിരസ്കരിക്കപ്പെട്ടപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തി. മതനിരപേക്ഷതയുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഒരു ദേശീയ രാഷ്ട്രീയ കക്ഷിയായ കോൺഗ്രസ്സിൽ ചേരാനാണ് അദ്ദേഹം തീരുമാനിച്ചത്. ആ തീരുമാനത്തിനെ ശ്ലാഘിച്ചുകൊണ്ട് ഞങ്ങൾ നേരത്തെ ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു. ഇന്ന് സന്ദീപ് വാര്യർക്ക് വേണ്ടി ഈ എപ്പിസോഡ് ചെയ്യുന്നത് ഈ ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ചേർന്ന പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവരുടെ സ്ഥാനാർത്ഥി വൻ ഭൂരിപക്ഷത്തിൽ 18,000-ന് മുകളിലുള്ള ഭൂരിപക്ഷത്തിൽ ജയിച്ച് കയറിയപ്പോൾ സന്ദീപ് വാര്യരുടെ വരവ് അതിനകത്ത് ഏറ്റവും വലിയൊരു പ്ലസ് ആയി മാറി എന്നുള്ളത് ഈ UDF മുന്നണിയിലെ പ്രധാന രണ്ടാം കക്ഷിയായ ലീഗിൻ്റെ പ്രധാന നേതാവായ കുഞ്ഞാലിക്കുട്ടി തന്നെ പറഞ്ഞു വച്ചിരിക്കുന്നു. അത് കുഞ്ഞാലിക്കുട്ടി തുറന്നു പറഞ്ഞു, മറ്റുള്ളവരെല്ലാം പറയാതെ പറയുന്നു എന്നും നമുക്ക് വരികൾക്കിടയിൽ നിന്നും വായിച്ചെടുക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ സന്ദീപ് വാര്യരുടെ പൊളിറ്റിക്കൽ ഗ്രാഫ് ഇനിയും വർദ്ധിക്കും. അദ്ദേഹം ഒരു ജയത്തിൻ്റെ പരിവേഷത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം നിൽക്കുന്നത്. അത് കാണേണ്ടവർ കാണുക തന്നെ വേണം. നെഞ്ച് വിരിച്ചുകൊണ്ട് കണ്ടോ, ഞാൻ പോയി കയറിയതേ ഉള്ളൂ, അതിനു മുമ്പ് നേരത്തെ കിട്ടിയ വോട്ടിൻ്റെ 4 ഇരട്ടി വോട്ടുകൾ നേടി അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി വിജയക്കൊടി പാറിച്ചിരിക്കുന്നു. അപ്പോൾ അത് ഞാനും കൂടി ചേർന്നിട്ട് ആണ് എന്ന് അദ്ദേഹം പറയുന്നില്ല എങ്കിലും നമുക്ക് അറിയാം സന്ദീപ് വാര്യരുടെ സ്റ്റാൻഡ് അവിടെ കോൺഗ്രസിനെ നന്നായി സഹായിച്ചിട്ടുണ്ട്. ഇനി ചോദിക്കും, അതുകൊണ്ടാണോ ജയിച്ചത് എന്ന് ചോദിച്ചാൽ അങ്ങനെയാണ് എന്ന് 100% നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ യഥാർത്ഥത്തിൽ അത് സംഭവിച്ചിരിക്കുന്നതിൻ്റെ നല്ലൊരു തരത്തിലുള്ള ഒരു ഗെയിനിങ്സ്, അതിൻ്റെ നേട്ടം അവകാശപ്പെടാൻ സന്ദീപ് വാര്യർക്ക് കഴിയും എന്നുള്ളതാണ്. ഇനി നോക്കിക്കോളൂ, സന്ദീപ് വാര്യരുടെ പൊളിറ്റിക്കൽ ഗ്രാഫ് ഇവിടെ നിന്നും ഉയരങ്ങളിലേക്ക് പോകാൻ പോവുകയാണ്. കോൺഗ്രസ്സിലെ ഒരു പ്രധാനപ്പെട്ട മുന്നണി പോരാളിയായി സന്ദീപ് വാര്യർ വരും. കോൺഗ്രസിൻ്റെ വക്താവായി തന്നെ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു കൂടായിക ഇല്ല. കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം ചാനലുകളിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പഴയകാല ചില പരാമർശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് BJPയുടെ വക്താവ് തന്നെ അദ്ദേഹത്തിനെ ആക്ഷേപിച്ച കാര്യം നിങ്ങളെല്ലാം കണ്ടിരിക്കും.
അത് സംബന്ധിച്ചൊരു എപ്പിസോഡ് അടുത്ത് തന്നെ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇവിടെ ജയിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം തന്നെ സന്ദീപ് വാര്യരുടെ രാഷ്ട്രീയ വിജയം കൂടിയാണ് പാലക്കാട്ട് നടന്നതെന്ന് നമുക്ക് പറയേണ്ടി വരുന്നു. ഇനി നമുക്ക് അടുത്ത് നോക്കാം ഡോക്ടർ പി സരിൻ. പി സരിനും ഇതുപോലെ ഒരു മാറ്റം ഉണ്ടാക്കിയെടുത്ത ആളാണ്. അദ്ദേഹം ഒരു രാഷ്ട്രീയ കക്ഷിയിൽ നിന്നും മാറി മറ്റൊരു രാഷ്ട്രീയ കക്ഷിയിലേക്ക് ചേക്കേറിയതാണ്. അതിന് അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ച ഘടകം അദ്ദേഹത്തിന് ടിക്കറ്റ് കൊടുത്തില്ല എന്നുള്ളതാണ്. മത്സരിക്കാനുള്ള ടിക്കറ്റ് അദ്ദേഹത്തിൻ്റെ കക്ഷിയായ കോൺഗ്രസ്, അദ്ദേഹം നിന്ന കക്ഷിയായ കോൺഗ്രസ് നൽകിയില്ല. നൽകാത്തതുകൊണ്ട് അദ്ദേഹം നേരെ ടിക്കറ്റ് കൊടുക്കാൻ തയ്യാറായ CPM-നോട് ഒപ്പം അദ്ദേഹം ചേർന്നു. CPM ടിക്കറ്റ് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ കൊടുത്തെങ്കിലും അദ്ദേഹത്തിന് അതിൻ്റേതായ ഒരു സ്കോറിംഗ് നടത്താൻ കഴിഞ്ഞില്ല. CPM-നെ 3-ാം സ്ഥാനത്തേക്ക് കൊണ്ടുപോകാനാണ് പി സരിൻ്റെ വിധി. അതുകൊണ്ട് തന്നെ പി സരിൻ ആണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയറിൽ ഏറ്റവും വലിയ ഒരു മൈനസായി മാറുന്നത് പി സരിനാണ്. ഈ തോൽവിയുടെ നല്ലൊരു കാര്യം യഥാർത്ഥത്തിൽ അതിൻ്റെ രാഷ്ട്രീയപരമായ പരാജയമായി ഡോക്ടർ പി സരിനെ സംബന്ധിച്ചിടത്തോളം മാറുന്നു. അദ്ദേഹം എടുത്ത തീരുമാനം യഥാർത്ഥത്തിൽ തെറ്റി എന്ന് അദ്ദേഹത്തിന് തന്നെ ഇപ്പോൾ ബോധ്യപ്പെട്ട് കാണാം. കുറച്ച് നാൾ കൂടി കാത്തിരുന്നെങ്കിൽ ആ മനുഷ്യന് നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള ടിക്കറ്റ് കോൺഗ്രസ് നൽകുമായിരുന്നു. അത് നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ഈ മനുഷ്യൻ താൽക്കാലിക നേട്ടത്തിന് വേണ്ടി CPM-ലേക്ക് ചേക്കേറിയത്. ഇതൊന്നും കേരളത്തിൽ ചെലവാകില്ല എന്ന് മനസ്സിലാക്കേണ്ട ഒരു ബുദ്ധി ഈ CPM പോലുള്ള ഒരു പാർട്ടിക്ക് ഇല്ലാതെ പോയല്ലോ എന്നുള്ളതാണ് ഏറെ സങ്കടകരമായ കാര്യം. പി സരിന് അങ്ങനെ ഒരു ബുദ്ധി തോന്നിയില്ലെങ്കിലും CPM-ന് തോന്നേണ്ടേ? ഒറ്റ രാത്രി കൊണ്ട് മറുകണ്ഠം ചാടി വന്ന ഒരു മനുഷ്യന് ടിക്കറ്റ് കൊടുത്ത് ജയിപ്പിച്ചെടുക്കാം എന്ന് തോന്നിയതിൻ്റെ പിന്നിൽ നമുക്ക് കൗതുകകരം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. CPM-ൻ്റെ പതനത്തിൻ്റെ തുടക്കമായി എന്ന് വരെ സഖാക്കൾ പറഞ്ഞു തുടങ്ങി എന്ന് നമുക്ക് അറിയാം. കാരണം അതാണ് 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു പോയത്. സഖാക്കളുടെ വോട്ട് പോലും സരിന് കിട്ടാതെ പോയി. അതുകൊണ്ട് ആ പാർട്ടി അക്കാര്യത്തിലൊക്കെ ഒരു പുനർചിന്തനം നടത്തേണ്ട സമയം വൈകിയിരിക്കുന്നു. ഇനി പി സരിൻ എന്ത് ചെയ്യും? പി സരിൻ എന്ത് ചെയ്യും എന്നുള്ളത് നമുക്ക് നോക്കാം. കാരണം അദ്ദേഹത്തിന് ഉടനെയൊന്നും കോൺഗ്രസ്സിലേക്ക് ഇനി ഒരു ഓപ്പണിംഗ് കിട്ടും എന്ന് തോന്നുന്നില്ല. മാപ്പ് പറഞ്ഞോ പശ്ചാത്തപിച്ചോ ഒരു മടക്കയാത്രയ്ക്ക് അദ്ദേഹം മുതിരുമെന്നും തോന്നുന്നില്ല. ഉടനെ അതുണ്ടാകുമെന്ന് തോന്നുന്നില്ല. മറിച്ച് CPM-ൻ്റെ കൂടെ നിന്നു. കാരണം ഭരണത്തിൻ്റെ തണലിലാണ് ആ കക്ഷി ഇപ്പോൾ. അപ്പോൾ അതിൻ്റെ കൂടെ നിന്നുകൊണ്ട് ഇനി എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ കിട്ടുമോ എന്നുള്ളൊരു പരീക്ഷണമായിരിക്കും അദ്ദേഹം ചെയ്യുക. അതിനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അങ്ങനെ വന്നവരൊക്കെ മറുകണ്ഠം ചാടി വന്നവർക്കൊക്കെ ഭരണത്തിൻ്റെ തണലിൽ നിരവധി കസേരകൾ കൊടുത്തിട്ടുണ്ട് ഈ കക്ഷി. അതുകൊണ്ട് തന്നെ തീർച്ചയായും പി സരിനും ഒരു സ്റ്റേറ്റുകാരനുള്ള സാധ്യത തള്ളിക്കളയാൻ നമുക്ക് കഴിയുകയുമില്ല. സംഭവിച്ചേക്കാം. എന്തായാലും നമുക്ക് രാഷ്ട്രീയത്തിൽ ഉപതെരഞ്ഞെടുപ്പിലെ പാലക്കാട് വിജയത്തിൻ്റെ പശ്ചാത്തലം ഈ 2 വ്യക്തികളെയും കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ് എന്ന് പറയാതെ വയ്യ.